ഇടമകളെ നമ്മളെ ഈ ഫ്രാൻസിലെ ഏവിയാൻ വെള്ളമില്ലേ, അത് ഇവിടുന്നാണ് ആദ്യമേ 1789 അത് കണ്ടുപിടിച്ചത്. അതേ വെള്ളം തന്നെയാണ് ഇവിടെ വരുന്നത്. ആഹാ, പുള്ളിക്കാരൻ കൂടിനകത്ത് കൊണ്ടുവന്നിട്ട് 2-3 കുപ്പിക്കകത്ത് എടുത്തോണ്ട് പോകുന്നത്. നോക്കിയേ. അപ്പോൾ ഞാനും എടുക്കാൻ പോവാം. ഞാനേ ആദ്യം ഇവിടെ ഒന്ന് വന്നതാണ്. എന്നിട്ട് താഴെ, അന്നേരം എനിക്കിത് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ താഴെ വണ്ടിയിൽ പോയിട്ട് ഞാൻ ഇതൊക്കെ എടുത്തോണ്ട് വന്നത്, കുപ്പിയൊക്കെ എടുത്തോണ്ട് വന്ന്, ഒരു പ്ലാസ്റ്റിക് കുപ്പി, പിന്നെ ഒരു നമ്മുടെ ഫിറ്റ്നസ്സിന് പോകുന്നൊരു കുപ്പി. നമ്മുടെ നാട്ടിലൊക്കെ നല്ല കിണറ്റിലുള്ള നല്ല ഉറവുകളില്ലേ, അവിടെ നിന്ന് വരുന്ന വെള്ളം കണ്ണുനീര് പോലത്തെ വെള്ളമുണ്ട്. പക്ഷേ പണ്ടൊക്കെ ഓർത്തിട്ടുണ്ടോ ഈ വെള്ളത്തിനും കാശ് കൊടുത്ത് മേടിക്കണമെന്നോ? വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വെള്ളമാണ് ഏവിയാൻ്റെ വെള്ളം. ഞാൻ ഇന്നലെ ഒരു ആപ്പിൾ ജ്യൂസ് മേടിച്ച് കുടിച്ചതിൻ്റെ ആ കുപ്പി. അയ്യോ, ഒരു വലിയ പട്ടിക്കുഞ്ഞ്. അവൻ കുടിച്ചു കഴിയട്ടെ, എന്നെ കുടിക്കാൻ സമ്മതിക്കാണ്ട്. അവന് ദാഹം, അവൻ നടന്നു കയറി വന്നതല്ലേ. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ നിറച്ചേക്കാം. അപ്പം നമ്മൾ ഇവിടെ വന്നത് നമ്മുടെ സൈക്കിളിലാണ് കേട്ടോ. നമ്മൾ കാരവാൻ താഴെ ആ ലേക്കിൻ്റെ അവിടെ നിർത്തിയിട്ട് സൈക്കിള് 2 ഉണ്ടല്ലോ, ഒരു സൈക്കിൾ എടുത്ത് ആ സൈക്കിളിലാണ് ഇതിവിടെ സിറ്റി കൂടെയുള്ള യാത്ര മുഴുവൻ. ഇപ്പം ഇവിടെ എല്ലാം നടന്ന് അല്ല, കുറച്ച് നടന്ന് ഇപ്പം സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് നടക്കും. ഞാൻ ഇങ്ങോട്ടൊക്കെ ഉള്ളിടത്ത് നല്ല കയറ്റമാണ്, അല്ലാത്തടത്തൊക്കെ ഞാൻ സൈക്കിളിൽ ചവിട്ടിയാണ് പോകുന്നത്. ഓക്കെ.